നല്ല സോളിഡ് സാധനമാണ്. അതുകൊണ്ട് തന്നെ ഒരാനയ്ക്കൊന്നും പിടിക്കാൻ നിൽക്കുന്ന സാധനമൊന്നുമല്ല ഇത്. Give me a lift. Yes, sure. Where to? I'm heading to Cape Town. Where are you heading to? So are we. Yeah, Cape Town. Oh, Cape Town. അപ്പോൾ കഥ വേറെ ഒന്നും അല്ല കേട്ടോ. ഇതൊക്കെ ഒരു നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് പരിചയമുള്ള മുഖം തന്നെയാണ്. പക്ഷേ ഇതാരാ? നമ്മുടെ അലക്സച്ചാനും. വെൽക്കം ടു കേപ്പ് ടൗൺ. Thank you. ബിയോണ്ട് ദ ബോർഡറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരു കഥയാണ്. ഈ വാഹനം ഒരു മൂവിങ് ഹൗസ് ആണ്. ഇതിന്റെ സ്റ്റോറിയൊക്കെ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. നമ്മളെ പോലെയുള്ള യാത്രാ സ്നേഹികൾ ഉറപ്പായും എൻജോയ് ചെയ്യുന്ന ഒരു എപ്പിസോഡാണ്. അപ്പം നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. ഞാൻ സാന്റോയോടൊപ്പം ട്രാവലിസ്റ്റയിലൂടെ നമീബിയ ബോട്സ്വാന ഓവർലാൻഡിങ് ട്രിപ്പ് ചെയ്തപ്പോൾ വിൻഡൂക്ക് എന്ന് പറയുന്ന നമീബിയയുടെ ക്യാപിറ്റലിൽ വെച്ച് ഇവരെ കാണുകയും ഇവരുടെ ലോകയാത്രയ്ക്ക് വേണ്ടിയുള്ള വാഹനത്തിന്റെ പണിപ്പുരയെക്കുറിച്ചൊക്കെ ഞങ്ങൾ ഒരു എപ്പിസോഡ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ആ വാഹനം പണിയെല്ലാം തീർത്ത് ഇവരുടെ ലോകയാത്രയുടെ ഭാഗമായിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെയുള്ള യാത്രയിലാണ്. 5 രാജ്യങ്ങൾ പിന്നിട്ട് ഇപ്പോൾ കേപ്പ് ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവര് എൻ്റെ കൂടെ 2-3 ദിവസം ഉണ്ടാവും. അപ്പോൾ ഈ വീടിന്റെ വിശേഷവും അവരുടെ ആ സഞ്ചരിക്കുന്ന കൊട്ടാരത്തിന്റെ വിശേഷവും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ശരിക്കും എന്നെ പോലെ ട്രാവൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്താണ്, ഇത് സഞ്ചരിക്കുന്ന കൊട്ടാരമാണ്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാ സംഭവം ഉണ്ടെന്നുള്ളതാണ്. എനിക്ക് ഇതിൻ്റെ ആദ്യത്തെ സംഭവങ്ങൾ കാണാനായിട്ട് എക്സൈറ്റഡ്. എന്നെ ഒന്ന് കാണിക്കില്ല, എല്ലാ സംഭവം ഒന്ന് കയറി കാണാം. നിങ്ങളുടെ വീട് എല്ലാ സംഭവം അല്ലേ, ഭക്ഷണം വീടും കൂടും എല്ലാം അല്ലേ. അപ്പൊ നമുക്ക് ഇതൊന്ന് കയറി കാണാം. ഇത് കാണുമ്പോൾ അധികം ഹൈറ്റ് തോന്നില്ല, ലിഫ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഒന്ന് കാണിക്കാൻ വന്നാ പിന്നെ നമുക്ക് കാണാം ഇവർ എന്നെ ചെയ്യുന്നത് നോക്കി കാണാവേ. ഇങ്ങനെ നമ്മൾ തുറന്നു കഴിയുമ്പോഴേക്കും ഇവിടെ ഒരു ബട്ടൺ അല്ലേ. ഓക്കെ. അപ്പോൾ വേറെ ലോക്കിംഗ് സിസ്റ്റം ഒന്നുമില്ല, നേരെ ഓട്ടോ. ഇതിവിടെ പൊങ്ങി തുടങ്ങി അല്ലേ, ലിഫ്റ്റ് ചെയ്ത് വരും. അപ്പോൾ ഇതൊരു വീടായി മാറിക്കൊണ്ടിരിക്കുക. റൂഫൊക്കെ പൊങ്ങി ഒരാൾക്ക് നിൽക്കാൻ പറ്റും, നമുക്ക് നന്നായിട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റും അല്ലേ. നിന്ന് കുളിക്കാൻ ഒക്കെയുള്ള സൗകര്യമുണ്ട്. ഓക്കെ. ഓ അടിപൊളി. ഇതാ മെല്ലെ പൊങ്ങി പോവാണ് കേട്ടോ. അപ്പൊ ഇതിന് സാധാരണ നമുക്ക് ഈ ടെന്റുകൾക്കൊക്കെ ഉള്ള ചലഞ്ച് എന്നാ ഇങ്ങനെ ഇത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാതെ വിൻഡിയൊക്കെ ആണെങ്കിൽ കിടന്ന് ആടി കളിക്കും. പക്ഷെ ഇതിന് സോളിഡ് ഇങ്ങനെ പില്ലർ ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഇത് സ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ നിൽക്കും. പിന്നെ മെക്കാനിക്കൽ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അതൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ വണ്ടിയുടെ വോക്ക് അറൗണ്ട് സീനൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. അങ്ങനെ ടെന്റ് ഇങ്ങനെ സെറ്റായി വരുവാണ്. വണ്ടിയുടെ ഹൈറ്റ് കൂടി പോകുന്നത് കണ്ടോ. നമ്മൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഹൈറ്റ് കൂടി പോവാണ്. ഇവിടെ കാണുന്ന ടയർ കൂടാതെ ഇത് തന്നെ ഒരു കല്ലൻ ടയറാണ് കിടക്കുന്നത്. അത് കൂടാതെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ 2 എക്സ്ട്രാ. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോപ്പർ ഓവർലാൻഡിങ് വണ്ടിയുടെ എല്ലാ സെറ്റപ്പിലേക്ക് അവർ മാറ്റിയെടുത്തിട്ടുണ്ട്. 2 വർഷത്തെ അധ്വാനമാണ്, ഒരു കൊട്ടാരം പണിയുന്ന അധ്വാനമാണ്. ഇതൊരു സ്റ്റെപ്പാണ്. ഓക്കെ, താക്കാം. അങ്ങനെ താത്ത് നമ്മളിങ്ങനെ കയറുന്നു. ഓക്കെ, അപ്പം ഞാനും ഒന്ന് കൂടെ കയറട്ടെ. അപ്പോൾ അങ്ങനെ കയറുമ്പോഴേക്കും അവിടെ നിൽക്കാനുള്ള ഹൈറ്റ് ആയി അല്ലേ. ഓക്കെ, ഇപ്പോൾ ഇവിടെ കൺട്രോൾ സിസ്റ്റം ഒക്കെ ഇവിടെയാണ് വരുന്നത് അല്ലേ. ഓക്കെ, ലൈറ്റിങ് ഓക്കെ, LED ഒക്കെ ആയി അടിപൊളി. അപ്പൊ ഇവിടെ കയറി കഴിയുമ്പോഴേക്കും നമുക്ക് കിടക്കാനുള്ള ബെഡ് റെഡി. ഓരോ ദിവസവും ബെഡ് നൂർക്കുക, പിന്നെ അടയ്ക്കുക എന്നുള്ള പ്രശ്നം ഒഴിവാക്കി കിട്ടി അല്ലേ. മോളിൽ കയറണ്ട, അതാണ് ഏറ്റവും വലിയ ഒരു. അങ്ങനെ സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ? നമ്പർ 1 ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ടെന്റിന്റെ മുകളിൽ ഉറക്കപ്പിച്ചിൽ ഇറങ്ങി ഒത്തിരി പേര് ഇവിടെ അപകടം വിളിച്ചു വരുത്താറുണ്ട്. അത് അങ്ങനെ ദീർഘവീക്ഷണത്തോടുകൂടെ ഇത്രയും കാലം ട്രാവൽ ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവം അല്ലേ. അതെ. അപ്പൊ അതും കൂടെ കണക്കാക്കിയിട്ടാണ്. അപ്പൊ ചേച്ചി വാ, കയറി വാ. അപ്പൊ നിങ്ങൾ ഇവിടെ കിടക്കുന്നു. ക്യാമറ അവിടെ വെന്റിലേഷൻ ഉണ്ട് അല്ലേ, ആ സൈഡിൽ ഒരു വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ. ഇത് തുറന്നാല് ഒന്നുമില്ല, മസ്കിറ്റോ നെറ്റ് ഇല്ല. ഓക്കെ. വിൻഡോ തുറന്നാല് എയർ സർക്കുലേഷൻ ആയി. ഓക്കെ. അപ്പൊ വെട്ടത്തിന്റെ പ്രശ്നം ഒഴിവായി കിട്ടി. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും ഇതൊരു ക്രേസി ഡ്രീമാണ്. പക്ഷെ ഇത് ഒരിക്കലും ഈ നമ്മൾ ആ യാത്രയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങൾ ഇത് തന്നെ ആയിരിക്കും. ഇതിനെ നമ്മളെ പിന്തുടരുകയാണ്. കഴിഞ്ഞ ഒരു ഇത്രയോ കാലമായിട്ട് പിന്തുടർന്ന് ഇപ്പം യാത്ര അങ്ങനെ 6ാമത്തെ രാജ്യത്തേക്കാണ് ഇനി ഹെഡ് ചെയ്യുന്നത് അല്ലേ. 7th 7ാമത്തെ രാജ്യത്തേക്കാണ് അവർ ഹെഡ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ചായ തരുമോ? പിന്നെ
ഓക്കെ, അപ്പൊ നമുക്ക് ചായ ഇടുന്ന സെറ്റപ്പും കൂടെ കാണാം. ഇതൊക്കെ ഓരോ സ്റ്റോറേജ് വേണം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊക്കെ ലോക്കിംഗ് സിസ്റ്റം. അപ്പൊ അതാണെങ്കിൽ ഓടിക്കളിക്കുകയല്ല അല്ലേ? ഇതിനകത്ത് മസാല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുന്ന നിങ്ങളുടെ ഓരോ ടച്ച് കാണാനുണ്ട് കേട്ടോ. നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ, അത്യാവശ്യം വേണ്ട അരിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ടല്ലേ, ഇതിന്റെ താഴെ നല്ലൊരു സ്പേസ് ബെഡിന്റെ അടിയിൽ വരുന്നുണ്ട് അല്ലേ? ഇതിന്റെ മുകളിൽ ഇരിക്കാൻ പറ്റുന്ന ഈ സംഭവം ഇരിക്കാൻ പറ്റുന്നല്ലേ ഇവിടെ ഇരിക്കാം. അപ്പൊ ഇതിന്റെ അടിയിൽ നമുക്ക് ഫ്രിഡ്ജും വന്നു. ഇത് എത്ര ലിറ്ററിന്റെ വരുന്നത്? 60 ലിറ്റർ വന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇത് എത്ര കാലം നീണ്ടു നിൽക്കുന്ന യാത്രയാണെന്നറിയാം. ഇപ്പൊ ആദ്യത്തെ സ്റ്റേജാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ 17-ാം തീയതി 18-ാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം നമ്മള് സിംബാബ്വെ കവർ ചെയ്തു, ബോട്സ്വാന കവർ ചെയ്തു, പിന്നെ സ്വാത്തിനി, ലെസുതു, ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയില്, ഇപ്പൊ നമ്മൾ കേപ്പ് ടൗൺ. നമ്മൾ കാണുന്നത് കണ്ടോ, തൊട്ട് പുറകിൽ തന്നെ നമ്മുടെ ടേബിൾ മൗണ്ടന്റെ തൊട്ട് താഴെ അറ്റ്ലാന്റിക് സീബോർഡിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പം ഏതൊക്കെയായാലും കൊട്ടാരമൊക്കെ ഇവിടെയൊക്കെ എല്ലാ സംഭവം സെറ്റപ്പാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒന്നെങ്കിൽ തന്നെ ഇവിടെ കയറ്റി 1 ദിവസം 2 ദിവസം തങ്ങാനുള്ള അവസരം തരണം, അല്ലെങ്കിൽ നിങ്ങൾ 2 ദിവസം എൻ്റെ കൂടെ തങ്ങണം. അപ്പൊ നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇത്രയും യാത്രയൊക്കെ ചെയ്ത് വന്നല്ലേ. അപ്പൊ നിങ്ങൾക്ക് തിരക്കിട്ട് നമീബിയയിലേക്ക് പോകണ്ട, കുറച്ചും കൂടെ കേപ്പ് ടൗൺ എക്സ്പ്ലോർ ചെയ്തിട്ട് ഇവരെ ഞാൻ വിടുന്നുള്ളൂ. അതിനിടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് വണ്ടിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം. ഇനി വേറൊരു ഏറ്റവും വലിയൊരു കൺവീനിയൻസ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കാണുന്ന ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതും ഞാനൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ വണ്ടിയിൽ നിന്ന് നമുക്ക് നമ്മുടെ സ്റ്റേ, അതായത് നമ്മുടെ അക്കോമഡേഷൻ സെറ്റപ്പ്. അപ്പൊ ഇവിടുന്ന് നേരെ നമുക്ക് ഇതാണ് ഇതിന്റെ ഒരു വേറൊരു ബ്യൂട്ടി. ഇതുണ്ടോ, നമുക്ക് നേരെ നമ്മുടെ ക്യാബിനിലേക്ക്, ഡ്രൈവിംഗ് ക്യാബിനിലേക്ക് ഇവിടുന്ന് അക്സസ് ഉണ്ട്. അതിന്റെ ഗുണം എന്നാന്ന് ഇവരെ കൊണ്ട് തന്നെ നമുക്ക് പറയിക്കാം. ഞാൻ ഡ്രൈവിംഗ് ക്യാബിനൊക്കെ കാണിക്കാവേ അതിന് മുമ്പ്. അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് എന്നാ? സെക്യൂരിറ്റി, സേഫ്റ്റി, എന്തെങ്കിലും ഒരു രാത്രി കടക്കുമ്പോൾ കഥയെല്ലാം പൂട്ടിട്ടാ കിടക്കും. ഇഷ്യൂ എല്ലാം വന്നാൽ നമുക്ക് പെട്ടെന്ന് ഓടിച്ച് പോകണമെങ്കിൽ വണ്ടി എടുത്ത് പോകാനുള്ള നേരെ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഓടിച്ചൊന്ന് പോകാം. ഓക്കെ ഓക്കെ. അത് വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നമുക്കറിയാം ആഫ്രിക്കയിൽ കൂടെയാണ് മോസ്റ്റ്ലി നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ അഡ്വഞ്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ആനിമൽ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മളെല്ലാവരും മിക്കവാറും ക്യാമ്പ് സൈറ്റുകളാണ് എടുക്കുന്നത്. അവിടെയൊക്കെ സേഫാണ്. എന്നിരുന്നാൽ പോലും ചില സമയത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. ഇനി രാത്രിയിൽ ഒരു ഫോറസ്റ്റിൽ കൂടെ ഡ്രൈവ് ചെയ്യാന്ന് പറയുന്ന ഒത്തിരി ചലഞ്ച് ആവുന്ന സമയത്ത് ഞങ്ങളും ചെയ്തിട്ടുണ്ട്. വൈൽഡ് ക്യാമ്പിംഗ് എന്ന് പറയും അല്ലേ? നമ്മൾ നമീബിയയിലൊക്കെ ഇഷ്ടംപടി ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ട് അല്ലേ? അതെ അതെ. അപ്പോൾ ഈ വൈൽഡ് ക്യാമ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഒരു നിവൃത്തിയില്ല, നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഭയങ്കര മഞ്ഞാണ് അല്ലെ, ഒരു വെതർ കണ്ടീഷൻ നമ്മൾ അലവ് ചെയ്യുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും അന്നേരത്തെ ഏറ്റവും സേഫായ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു റോഡിനോട് മാറി ഒരു മരത്തിൻ്റെ ചോട്ടിലോ വണ്ടി പാർക്ക് ചെയ്യുക അവിടെ. പക്ഷെ അവിടെ എത്ര സേഫ്റ്റി ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അന്നേരമാണ് ഇങ്ങനെയുള്ള ഈ മൂവൊക്കെ, ഈ പറയുന്ന ടെക്നിക്കൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ നമുക്കൊരു സേഫ് മൂവ്, ഒരു ആനിമൽ അറ്റാക്ക്, ഒരു എലഫൻറ്റ് നമ്മുടെ സറൗണ്ടിങ്സ് വന്ന് വണ്ടി എടുത്ത് പോകേണ്ട കേസ് വരുവാണെങ്കിൽ നമുക്ക് അന്നേരം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് ഈ വണ്ടി എന്ന് പറയുന്നത് തരുന്ന ഒരു സേഫ്റ്റി വേറെ ഒരു രീതിയിലും നമുക്ക് ഒരു വലിയൊരു പ്രൊട്ടക്ഷൻ കൂടിയാണ്. ഇത് നമ്മുടെ ഒരു വീട് തരുന്ന സുരക്ഷിതത്വമാണ് ഈ വണ്ടി നമുക്ക് തരുന്നത്. അപ്പൊ ഇതെങ്ങനെ ഇവിടെ കാണുമ്പോൾ നമുക്ക് സ്റ്റൗവും ഗ്യാസും ഒന്നും കാണുന്നത് പുറത്തുണ്ട് അല്ലേ? പുറത്ത് ഞാൻ 2 ഗ്യാസ് സ്റ്റൗ കണ്ടു, ഗ്യാസ് ബോട്ടിൽ. അപ്പൊ സപ്ലൈ അവിടുന്ന് എനിക്ക് 2 ബോട്ടിലുണ്ട്, ഒരു സ്റ്റൗവേ ഉള്ളൂ. ഓക്കെ. സ്റ്റൗ ഇപ്പം ഞങ്ങള് ഇതിന് ഈ വണ്ടിക്ക് 2 കിച്ചൺ ആണ്. ഓക്കെ ഓക്കെ. പുറത്തുണ്ട്, ഇതാവത്തെ കിച്ചൺ, അകത്തെ കിച്ചൺ. അപ്പൊ ഇവർ ചെയ്തേക്കുന്നത് എനിക്ക് നൈസായിട്ട് ഹൈഡ് ചെയ്ത് വെച്ചേക്കുക. എന്ന് വെച്ചാൽ നമുക്ക് കിച്ചൺ ഇങ്ങനെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ഓടിക്കളിക്കാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതെങ്ങനെ നിങ്ങൾ ചെയ്തേക്കുന്നത് എനിക്ക് അറിയാനൊരു ആകാംക്ഷയുണ്ട്. ഇതിപ്പം കിച്ചൺ ടോപ്പാ. ഇവിടെ ഗ്യാസ് കണക്ഷൻ, ഗ്യാസ് ഇവിടെ കണക്ട് ചെയ്യുമോ? അപ്പൊ പുറത്തുനിന്നുള്ള നമ്മുടെ ആ സിലിണ്ടറിൽ നിന്നുള്ള സംഭവം ഇവിടെ നമുക്ക് എക്സിറ്റ് എടുക്കുവാണ് അല്ലേ? ഓക്കെ. പിന്നെ ഇലക്ട്രിക് 220 വരും. 220 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യം ഒരു ഇൻഡക്ഷൻ കുക്കർ വരെ വരും അല്ലേ? അപ്പൊ ഈ ഡബിൾ ബാറ്ററി എന്ന് തന്നെയാണോ? അല്ല, ബാറ്ററി അല്ല, ലിഥിയം. അതെ. ഓക്കെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും 220 എങ്ങനെയാ വരുന്നത്? അതായത് ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന കെറ്റില് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇവൻ അയണിംഗ് ബോർഡ് വരെ നമുക്ക് വർക്ക് ചെയ്യാം. പക്ഷെ അത് എപ്പോഴും മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു നമ്മളൊരു ക്യാമ്പ് സൈറ്റിൽ നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്റ്റേണൽ പവർ എടുക്കാൻ പറ്റും. അത് അപ്പോൾ 220 എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള സർക്യൂട്ട് ഓൾറെഡി വണ്ടിക്കകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലഗ് ചെയ്യുക, നമുക്ക് അയൺ ചെയ്യേണ്ടതാണോ എന്താണോ നമുക്ക് ചെയ്യേണ്ടത് അത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പം അത് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ ഇവിടെ കിച്ചണിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതിലേക്ക് മൂവ് ചെയ്തത്. പിന്നെ ഉള്ളത് ഒരു വാഷ് ബേസിൻ ഉണ്ട്, ടാപ്പ്. ഓക്കെ. ഇതൊക്കെ ഇൻബിൽഡ്. ഇതൊക്കെ ഇതിന് പിന്നെ എനിക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വണ്ടി പണിത് എടുക്കണമെങ്കിൽ കോടികളുടെ ഒരു ചെലവ് വരുന്ന പരിപാടി അല്ലേ?
അല്ലേ? കുറച്ച് ചിലവാണ്. പക്ഷേ നമ്മുടെ ഒരു താല്പര്യങ്ങളും നമ്മുടേതായ ഒരു ഇൻപുട്ടും ഒക്കെ കൊടുത്ത് ഡിസൈനിങ്ങിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? നമുക്ക് ഇത് എപ്പോഴും തോന്നിയിട്ടുള്ളത്, എപ്പോഴും ഞങ്ങളൊക്കെ ആഫ്രിക്കയിലുള്ളപ്പോൾ ഞങ്ങൾക്ക് കണ്ടിട്ടുണ്ട് ഇവോക്കോടെയും പിന്നെ ജർമ്മൻ്റെ ഒക്കെ സൂപ്പർ ഓവർലാൻഡിങ് വണ്ടികൾ ഇവിടെ വരുന്നതും ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതും ഫാമിലി ആയിട്ട് പിള്ളേരും ഒക്കെ ആയിട്ട് യൂറോപ്യൻസും ഫ്രഞ്ച് കപ്പിൾസും ഒക്കെ ട്രാവൽ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ വണ്ടിയെക്കുറിച്ച് ഒന്ന് ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വില ചോദിക്കുമ്പോഴാണ് ഞങ്ങളൊക്കെ ഞെട്ടിപ്പോകുന്നത്. 3 കോടിയൊക്കെ രൂപ അല്ലേ, 3 കോടിയൊക്കെ എടുക്കും വണ്ടി ഫുൾ സെറ്റ് പുറത്തിറങ്ങി വരണമെങ്കിൽ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആയിട്ടില്ല. എന്നാലും അത് മലയാളികളും നമ്മളും നമ്മുടെ സ്വപ്നങ്ങൾ കാണുക മാത്രമല്ല അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മുടെ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു എവിഡൻ്റ് ആണ് ഇത്, അതിനുള്ള പ്രൂഫാണ് ഇത്. അപ്പോൾ കിടക്കാനുള്ള സൗകര്യമായി, അവിടെയൊക്കെ നമുക്ക് ക്യാബിനായി, ഇതൊക്കെ എല്ലാം റീഡിംഗ് ലൈറ്റായി, പവർ സപ്ലൈ ആയി, വെന്റിലേഷനായി. ഓക്കെ നല്ല LED ലൈറ്റും വെട്ടമുണ്ട്. അത് കൂടാതെ ഇനി കൂടുതൽ വെട്ടവും കാറ്റും വേണമെങ്കിൽ ഇതുണ്ടോ എല്ലാം ഓൾ 4 സൈഡിലും നമുക്ക് ഓപ്പണിംഗ് ഉണ്ട്. 4 സൈഡിലും ഇത് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരുവാണെങ്കിൽ ഇപ്പം നോക്കിയോ, ഇതാണ് എളുപ്പം. ഓക്കെ നമുക്ക് ഓക്കെ ഇപ്പം നോക്കി നമ്മൾ നിൽക്കുന്നത് നല്ല ഒരു എന്താ പറയുക ആനിമൽ സ്പോട്ടിങ് കാണണം. എന്നാൽ പറ്റേ നമുക്ക് ഒരു ഡിസ്റ്റൻസിൽ നിന്നേ കാണാൻ താല്പര്യമുള്ളൂ. അതിൽ കൂടുതൽ സാഹസം ചെയ്യാൻ താല്പര്യമില്ലാത്ത അവസ്ഥയാണെങ്കിൽ നമുക്ക് അകത്തിരുന്നുകൊണ്ട് പുറത്ത് ആരടാ വന്ന് മുട്ടുന്നേ, കാട്ടുപന്നിയാണോ ലയണാണോ ആഫ്രിക്കയിലെ ഏത് ബിഗ് 5 ആണെന്ന് നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. പിന്നെ ഇത് അത്ര ചെറിയ വണ്ടിയല്ല കേട്ടോ, ഇത് ലാൻഡ് ക്രൂസർ നല്ല സോളിഡ് സാധനമാണ്. അതുകൊണ്ട് തന്നെ ഒരാനയ്ക്കൊന്നും പിടിച്ചാൽ നിൽക്കുന്ന സാധനമൊന്നുമല്ല ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കേട്ടോ, നമുക്ക് ഇത് ഡോർ നമ്മൾ ക്ലോസ് ചെയ്തു, ഇവിടെ ഡോർ ക്ലോസ് ചെയ്തു, നമുക്ക് പുറത്തൊരു ഒച്ചപ്പാട് കേട്ട് എന്നാലും വലിയ കുഴപ്പമില്ല. ഒരു ആന വന്ന് ചെറുത് വിശേഷം ചോദിക്കാൻ വന്നിട്ടേ ഉള്ളെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് നോക്കി കാണുന്നുണ്ട്. എന്താ അതിൻ്റെ ഒരു ആംഗിൾ ഇതുണ്ടോ? ഇപ്പം നമുക്ക് ഇവിടെ കാണുന്നത് ടേബിൾ മൗണ്ടനാണ് ബിഹൈൻഡിൽ കാണുന്നത്. ഇതുപോലെ ഏത് സീനിക്കായ സംഭവം നമുക്ക് മിസ് ചെയ്യില്ല. അത് നമുക്ക് നിന്നുകൊണ്ട് കാണാമെന്നുള്ളത് അതുകൊണ്ട്. അത് നമുക്ക് കൂഞ്ഞിക്കൂടി സാധാരണ ടെൻറ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് റൂഫ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു വീടിൻ്റെതായ സൗകര്യമുണ്ട്. വെട്ടത്തിന് ഒരു കുഴപ്പമില്ല. അത് ഒരെണ്ണം ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് വ്യത്യാസമാണ് വെട്ടം വന്നതെന്ന് കണ്ടോ. അപ്പോൾ അതിന് വേറെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ലെയറാണ്. ഇത് മറ്റേ വാട്ടർ പ്രൂഫിൻ്റെ ഔട്ടർ ലെയർ ഓക്കെ. അതിന് ശേഷം വരുന്നതാണ് നെക്സ്റ്റ്. ഇപ്പം നമുക്ക് പിന്നെ കാറ്റ് കയറണം സെയിം സമയം കൊതുക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെക്കാം. ഇനി അഥവാ നമുക്ക് വിസിബിലിറ്റി, അതായത് ലൈറ്റ് മാത്രം വേണമെങ്കിൽ ഇത് വെക്കാം. അതുകൂടാതെ നല്ല ഇതിപ്പോൾ 3 ലെയർ ആകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഇപ്പം വിൻ്ററിലൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പുള്ള സമയത്താണെങ്കിൽ ഒരിക്കലും പെനിട്രേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരികയില്ല. ഇതിൻ്റെ ഷവറിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഓ ഇവിടെ വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഓക്കെ അത് ഇങ്ങനെ എനിക്കത് മനസ്സിലായില്ല. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ അതാണ് ഇവിടെ ഒരു എക്സോസ്റ്റ് വന്നേക്കുന്നത് അല്ലേ? ഈ എക്സോസ്റ്റ് നമ്മൾ ഓക്കെ ഇവിടെ നിന്നുണ്ടാവുന്ന വേപ്പറൊക്കെ മുകളിലോട്ട് എടുത്തു വിടും. അപ്പോൾ ഇവിടെ വേറെ സെറ്റപ്പ്. ഇത് നമ്മൾ സാധാരണ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് വെള്ളം ഇങ്ങോട്ട് സ്പില്ലാവുന്നതിൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ആയി അല്ലേ? അപ്പോൾ നമുക്ക് പ്രൈവസി ആയി. അപ്പോൾ അത്യാവശ്യം പ്രൈവസി ആയി. അപ്പോൾ ഇവിടെ നമുക്ക് ഇതാണ് ഇതിൻ്റെ ഓപ്പണിങ് അല്ലേ? ഓക്കെ ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ മിക്കവാറും ക്യാമ്പ് സൈറ്റൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് ഉപയോഗിക്കേണ്ട വരുന്നില്ല. എന്നിരുന്നാൽ പോലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ ഇതുണ്ടോ. ഇത് എക്സ്റ്റൻഷനായി, അത് ഷവറായി, നമുക്ക് അവിടെ നിന്ന് കുളിക്കാം. അതിൻ്റെ വേപ്പറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എക്സോസ്റ്റ് അതിലേ എടുത്തു പോയി. പിന്നെ അത് കൂടാതെ നമുക്ക് ഇവിടെ നിന്ന് ഔട്ടർ ഡ്രെയിൻ ഇതിൻ്റെ അകത്ത് വന്നു അല്ലേ? പിന്നെ ടോയ്ലറ്റ്. ഇത് ബയോ ആണോ? ഇത് എങ്ങനെയാ? ഇത് കോമ്പോസ്റ്റിംഗ് ടൈപ്പ് ആണ്. ഞാൻ തന്നെ കൈ കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ്. അത് കൊള്ളാലോ. ഓക്കെ ഇത് ചൈനയിൽ വാങ്ങിക്കാൻ കിട്ടും. ഫോൾഡിംഗ് ടോയ്ലറ്റ്. ഓക്കെ ഫോൾഡ് ഇതുണ്ടോ? ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ. പക്ഷെ വെയിറ്റ് എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ഭാഗ്യത്തിന് അത്ര 2 പേര് അത്ര വലിയ വെയിറ്റ് ഉള്ള ആൾക്കാരല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇത് സെപ്പറേറ്റിംഗ് ടോയ്ലറ്റ് ആണ്. ഓക്കെ അതായത് ലിക്വിഡ്സ് ആ താഴെയുള്ള ഈ കണ്ടെയ്നറിനകത്ത് ഓക്കെ പോകും. സോളിഡ്സ് ഇതിനകത്തൊരു പേപ്പർ ഇട്ടാ ടിഷ്യൂ പോലെ പ്ലാസ്റ്റിക് ബാഗ്. അതൊരു തോട്ട്ഫുൾ ആയിട്ടുള്ള സംഭവം കേട്ടോ. അപ്പൊ പിന്നെ അത് ഡിസ്പോസ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഡസ്റ്റ്ബിനിൽ മതി. അപ്പൊ ഈ എക്സ്റ്റൻഷൻ ഇതിന്റെ കാര്യം തന്നെ ഈ ലിക്വിഡിന്റെ വാഷ് ഔട്ട് ചെയ്യാനാ? ഈ
സ്മെൽ ഓക്കെ ഓക്കെ മണം പുറത്തോട്ട് വരാതിരിക്കാം. ഓക്കെ ഓക്കെ. അതിന് അവിടെ ഒരു ഫാൻ ഉണ്ട്. എക്സോസ്റ്റ് ഉണ്ട്. ഓക്കെ 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 ഓക്കെ. ഓ അത് എക്സോസ്റ്റും ഉണ്ട്. ഇവിടെ മുകളിൽ എക്സോസ്റ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും പരിമിതമായ സൗകര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിച്ചാണ് ഈ വണ്ടി ഉണ്ടാക്കിയത്. 1.5 വർഷം എടുത്തതിന് ഇതിന്റെ പ്രൊഡക്ഷന് മുന്നിൽ 1.5 വർഷം എടുത്തതിന് ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലായല്ലോ. നമുക്ക് ഈ വലിയൊരു വീടിൻ്റെതായ ഏരിയ ഇല്ല, പക്ഷേ അതേസമയം നമുക്ക് ആ സൗകര്യങ്ങൾ വേണം താനും. അപ്പൊ അതുകൊണ്ട് ഇത് മൊത്തം ഡിസ്കണക്ട് ചെയ്തിട്ട് ഇത് പുറത്ത് വേണമെങ്കിൽ നമുക്ക് ഈ ടെന്റ് ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നമുക്ക് നാട്ടിലൊക്കെ എല്ലാവർക്കും നമുക്ക് ഇപ്പൊ അറിയാം. ഇത് നമുക്ക് ഷവർ എടുക്കാനും അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി ഇത് അവിടെ കൊണ്ട് ഇത് സംഭവം നമ്മൾ നടക്കുക, സംഭവം വെക്കുക, നമ്മുടെ കവറിൻ്റെ അകത്ത് കയറുക, കാര്യം കഴിയുക. അത് കഴിഞ്ഞിട്ട് അതൊരു അത് ഡിസ്പോസിബിൾ ആക്കി മാറ്റിയതുകൊണ്ട് അതെ ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ 2-3 ദിവസമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെ, അപ്പോഴാണ് ഇപ്പൊ നമ്മൾ 3-4 ദിവസം നിൽക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ അപ്പൊ മിക്കവാറും ക്യാമ്പ് സൈറ്റുകളിലൊക്കെ ഉണ്ടാവും. അത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഓപ്ഷൻ സി എന്ന് പറയാം, പ്ലാൻ ബി അല്ല സി ആയിട്ട് വെക്കാവുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെ അങ്ങ് അടച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റോറേജ് ഏരിയ വന്നു. ഒന്നും അറിയാനും ഇല്ല, ഒരു സംഭവം ഇല്ല. ഇത് കണ്ടപ്പോൾ എനിക്കൊരിക്കലും ഇത് മനസ്സിലായില്ല കേട്ടോ, ഇങ്ങനൊരു സംഭവം ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ബസ്സിൽ വാൻ ടൈപ്പിൽ പണിയുമ്പോഴാണ് വേറെ സെപ്പറേറ്റ് ടോയ്ലറ്റും പരിപാടിയൊക്കെ വരുന്നത്. അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, അത് ഇതുപോലെ ചെറുതാക്കാൻ പറ്റില്ല. ഇവൻ കണ്ടെയ്നർ ഫ്രണ്ട്ലി ആണ് അല്ലേ. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഇത് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ആവേശം വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതിനെക്കുറിച്ചൊരു വട്ടനായതുകൊണ്ട് ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഓവർലാൻഡിങ് അല്ലെങ്കിൽ രാജ്യങ്ങൾ ബോർഡർ കടന്നു പോകുമ്പോൾ നമ്മളുണ്ടാകുന്ന ചലഞ്ചസിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പം നമുക്ക് കണ്ടെയ്നറിൽ ഈ വണ്ടി കയറ്റിക്കൊണ്ട് പോകണമെങ്കിൽ ഇവർക്കൊരു പ്രശ്നമില്ല. ഈ വലിയ വാൻ കണ്ടെയ്നർ കയറ്റാൻ പറ്റില്ല, അതിൻ്റെ ഹൈറ്റ് ബുദ്ധിമുട്ട്. പക്ഷേ അവർക്ക് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്, അതുപോലെ പ്രൈസി ആയിരിക്കും, പക്ഷേ കുറേ ഡീമെറിറ്റ്സും ഉണ്ട്. ഇവരതൊക്കെ തോട്ട്ഫുള്ളായിട്ട് ചിന്തിച്ച് ലോകം മൊത്തം കറങ്ങാനുള്ള പ്ലാനാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള ചിന്ത ഇവരതിന് കൊടുത്തിട്ടുണ്ട്. ഓടി കളിക്കാതിരിക്കാൻ വേണ്ടി എല്ലാത്തിനും ഒട്ടിച്ച് വെച്ചേക്കുവാണ്. ഓക്കെ, ഇവരെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഓക്കെ ഇതാ ഏരിയ സ്പേസ് കൂടി വരുമോ അല്ലേ. ഇങ്ങനെ സംഭവം ഉണ്ട് അല്ലേ. ഓക്കെ ഓക്കെ, ടേബിൾ ഉണ്ട്. ഈ ടേബിള് നമുക്ക് ലിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ഡൈനിങ് ആയി. ഫുൾ ലിഫ്റ്റ്. ഓക്കെ, ഫുൾ ലിഫ്റ്റ് ചെയ്ത് ആയിട്ട് കളിക്കാം. ഓക്കെ, അല്ലേ ചീട്ട് കളിക്കാനും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പണി ചെയ്യണം, കട്ട് ചെയ്യണം, ലാപ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ അത് നമ്മൾ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കുകയല്ലോ കേട്ടോ. ഓക്കെ, സ്റ്റോറേജ് വന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അതൊരു ഭയങ്കര ഒരു തോട്ട്ഫുള്ളായ ഒരു മൂവ്മെൻ്റ് ആണ്. ഞാൻ വിചാരിച്ചു നമ്മൾ ബെഡാക്കി അങ്ങ് ഇട്ടതുകൊണ്ട് ആ ഏരിയ അങ്ങ് പോയല്ലോ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, അതിനകത്തൊരു സ്പേസ് കിടപ്പുണ്ടല്ലേ. ഒരു സെക്കൻഡ് പർപ്പസ് ഉണ്ടാവണം എന്നല്ലേ. ഓക്കെ, ഇതിന്റെ ബാറ്ററിയും അതെ, ഇൻവേർട്ടർ സിസ്റ്റങ്ങളൊക്കെ അതിന് പുറകിൽ പോയി. നമുക്ക് പുറകിൽ നിന്നുള്ള സീനും കാണിക്കാവേ. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ അകത്തൊരു ഹിഡൻ സംഭവങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ. പല സാധനങ്ങളും ഇങ്ങനെ ഒതുക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ് നമ്മൾ സ്പേസ് കണ്ടെത്തുന്നത് ഇങ്ങനെയുള്ള യാത്രകളിലെല്ലാം. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ലോക്കിംഗ് സിസ്റ്റം അല്ല, ഇത് കീ ചെയ്ത് ഇല്ല. ഓക്കെ, അങ്ങനെ അത് തുറന്നു. ഓക്കെ ഓക്കെ, ഇങ്ങനെ തുറന്നു കഴിയുമ്പോഴേക്കും ഇതെല്ലാം ഓക്കെ ഓക്കെ. ഇതുണ്ടോ എന്തൊക്കെ സംഭവം. നമ്മുടെ ഒരു വീട്ടിലുണ്ടാവേണ്ട എല്ലാ സാധനവും ഉണ്ടാവണം അത്യാവശ്യം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലാഡർ, സ്പെയർ അല്ലേ, പിന്നെ തുടയ്ക്കാനുള്ള സംഭവങ്ങള്, പിന്നെ ഷവല്, അങ്ങനെയുള്ള എല്ലാ സാധനവും വെക്കാം. ഒത്തിരി പിന്നെ ഇതാ നമ്മുടെ ലിഥിയം ബാറ്ററി വന്നു. പിന്നെ ഇത് 2500 ആണ് അല്ലേ. 2500 ലിഥിയം ബാറ്ററി വന്നു. സോളാർ കണക്റ്റഡ് ആണ് കേട്ടോ. ഇതിന്റെ സോളാർ പാനൽ മുകളിലാണ് ഉള്ളത്. ആ പോകുന്നത് ഗ്യാസിന്റെ നോബാണോ? ബാക്ക് നോബ്. അപ്പൊ അതങ്ങ് ഓഫാക്കി ഇടുമായിരിക്കും. ജേർണി ടൈമിൽ ഓഫാക്കി ഇടും, കുക്കിങ്ങിന് ടൈമിൽ മാത്രം ഓൺ ആക്കുള്ളായിരിക്കും അല്ലേ. ഓക്കെ, ഇത് പുറത്തുനിന്നും എടുക്കാൻ പറ്റും, ഔട്ടറിൽ നിന്നും എടുക്കാൻ പറ്റും അല്ലേ. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ആഫ്രിക്ക യാത്ര ചെയ്യുമ്പോൾ ഉള്ള മെയിൻ വേറൊരു പ്രശ്നം ഫുഡിൻ്റെ അവൈലബിലിറ്റി. ഫുഡില്ലെന്നല്ല, നമ്മൾ ഒരു ടൗൺ കഴിഞ്ഞ് എത്രയോ കിലോമീറ്റർ. ഇവർ വരുന്നത് നമീബിയാണ്. നമീബിയയിലാണ് ലോകത്തിലെ സെക്കൻഡ് ലീസ്റ്റ് പോപ്പുലേറ്റഡ്. അവിടെ ഒരു മനുഷ്യനെ കാണാൻ, ഞാൻ നമ്മുടെ നമീബിയൻ സീരീസൊക്കെ കണ്ട നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു നമീബിയയിൽ 200 കിലോമീറ്റർ ട്രാവൽ ചെയ്താലേ ഒരു മനുഷ്യനെ കാണാൻ പറ്റുള്ളൂ. അങ്ങനത്തെ സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്രോസറി ഷോപ്പുകളൊന്നും കിട്ടിയില്ല. അപ്പോൾ ഈ ഓവർലാൻഡേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് ഒരു ഫ്രിഡ്ജിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങളങ്ങ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആശ്വാസം. അപ്പോൾ അങ്ങനെ വരുമ്പം ഇതുണ്ടോ, ഇത് പുറത്തോട്ട് വെച്ചു. ഓക്കെ,
ഫ്രിഡ്ജ് തുറന്നു. ഓക്കെ ഇതിന്റെ അകത്ത് ഫ്രിഡ്ജ് ഈ സൈഡ്, ഫ്രീസർ ഈ സൈഡ്. ഫ്രീസർ ഈ സൈഡ് വന്നു. നോക്കിയാൽ നമ്മുടെ നാട്ടിലെ ഫ്രീസർ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പോലെ തണുത്ത് ഐസായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓക്കെ ഐസും ഉണ്ട്. ഇനി മടുത്ത് 2 അടിക്കണം എന്നുണ്ടെങ്കിൽ ഐസും ഉണ്ട് അല്ലേ? ഓക്കെ അങ്ങനെയുണ്ട് അത്. അപ്പൊ ഇവൻ 220 ആണോ? അല്ല, ഓക്കെ ഡ്യുവൽ സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നീ പെട്ടെന്ന് മനസ്സിലാവില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് സോളാർ ഉണ്ട്, നമുക്ക് ബാറ്ററി ഉണ്ട്. അപ്പൊ 12 വോൾട്ട് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഫ്രീസിങ് നിൽക്കാൻ വേണ്ടി ആ 12 വോൾട്ട് കണക്റ്റഡ് ആണ്. ആ ബാറ്ററിയിൽ നിന്ന് എടുത്തിട്ട് അവൻ തണുപ്പിച്ചു അതേസമയം നമ്മൾ 220 നമ്മുടെ നാട്ടിലെ സാധാരണ ഇലക്ട്രിസിറ്റി അവൈലബിൾ ആവും. വണ്ടി ഏതെങ്കിലും ക്യാമ്പ് സൈറ്റിൽ ചെന്ന് നമ്മൾ പ്ലഗ് ഇൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇവൻ സ്വിച്ച് ചെയ്യും, ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്ത് നമ്മുടെ നാട്ടിലെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ വർക്ക് ചെയ്യും. അതാണ്. അപ്പോൾ അങ്ങനെ എന്തോരം തോട്ട് പ്രോസസ്സ് ഇങ്ങനൊരു വണ്ടി ഉണ്ടാക്കുന്നതിന് മുമ്പ് പിന്നീട് നടന്നിട്ടുണ്ടെന്നുള്ളത്. ഇത് വേറൊരു കമ്പനിക്ക് കൊടുത്ത് നിങ്ങൾ ഉണ്ടാക്കിയോ എന്ന് ഉണ്ടാക്കി ഞങ്ങളിതാ 5 കോടി രൂപ തന്നേക്കാം എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ വണ്ടിയല്ല. ഇതിന് ഇവരുടെ സ്വപ്നങ്ങളുമായിട്ട് ഒത്തിരി അധികം ബന്ധമുണ്ട്. എനിക്കറിയാം ഇവരുടെ ജേണി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളും അവിടെ എത്തും. മലയാളികളെല്ലാം ഈ പറയുന്ന രീതിയിലുള്ള ട്രാവലിംഗ് ഇന്ത്യയിലും കാരവാനിലും ക്യാമ്പ് ലൈഫും ഒക്കെ വരുവാണ്. ഇതിനൊക്കെ ഒരു ബ്യൂട്ടി ഉണ്ട്, അതിനൊക്കെ ഒരു സൗന്ദര്യമുണ്ട്. ഇതൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം, നമ്മുടെ ജീവിതത്തിൽ ഒരു ഫാമിലി ആയിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ നമീബിയക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഒരു ട്രിപ്പ് ചെയ്യണം കേട്ടോ. ഞാൻ ഫാമിലി ആയിട്ട് വരാം. വെൽക്കം. അപ്പം നമുക്ക് എവിടെ ചായ ഇടുന്നോ, പുറത്തിടണോ, ഇവിടെ നിന്നോ? പുറത്തിടാം. അപ്പോൾ നമുക്ക് പുറത്തെ കാര്യങ്ങളും കാണിക്കാമല്ലോ. ഇഷ്ടംപടി ഇതുണ്ടോ, ഇഷ്ടംപടി ലോക്കിംഗ് സിസ്റ്റങ്ങളും ഇഷ്ടംപടി സംഭവങ്ങളുമാണ് എവിടെ നോക്കിയാലും. ഇതാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മൾ ആ കണ്ട അവിടെ നിന്ന് കിടക്കുന്ന അവിടെ നിന്ന് പറഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ തുറന്ന് നമുക്ക് അങ്ങോട്ട് അക്സസ് ചെയ്യാൻ പറ്റും. വാ